ഷോൾഡർ ജോയിന്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മസിൽസ് ആണ് ലാറ്റിസിമസ് ഡോർസി, രണ്ട് റിയർ ഡെൽറ്റ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ് എന്ന് പറയും. എന്നാൽ 90% ആളുകളും ട്രെയിൻ ചെയ്യുന്നത് ലാറ്റ് മസിൽസിനാണ്. റിയർ ഡെൽറ്റ് മസിൽസിന് ആരും ട്രെയിൻ ചെയ്യാറില്ല. കാരണം ഈ രണ്ട് മസിൽസിന്റെ വർക്കൗട്ട് തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ ആർക്കും അറിയില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മളുടെ കൈകൾ ബോഡിയിലേക്ക് ഈ ഒരു രീതിയിൽ അടുപ്പിക്കണമെങ്കിലോ ഇതിനെ നമ്മൾ ഷോൾഡർ എക്സ്റ്റൻഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അടുപ്പിക്കണമെങ്കിലോ ഇതിനെ നമ്മൾ ഷോൾഡർ അഡക്ഷൻ എന്ന് പറയും. ലാറ്റ് മസിൽ ആയിരിക്കും കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലാറ്റ്സിനുള്ള വർക്കൗട്ടുകളെല്ലാം ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ കൈകൾ ഈ ഒരു ആംഗിളിൽ വെച്ചുകൊണ്ട് ബോഡിയുടെ സെൻട്രൽ പോയിന്റിൽ നിന്നും കൈകൾ അകത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഈ ഒരു മൂവ്മെന്റിൽ പ്രധാനപ്പെട്ട വർക്കിംഗ് മസിൽ എന്ന് പറയുന്നത് റിയർ ഡെൽറ്റ് മസിൽ ആണ്, അല്ലാതെ ലാറ്റിസിമസ് ഡോർസി അല്ല. ഈ മൂവ്മെന്റിനെ നമുക്ക് ഷോൾഡർ ഹൊറിസോണ്ടൽ അബ്ഡക്ഷൻ എന്ന് പറയാം. എന്നാൽ റിയൽ ലൈഫിൽ നമുക്ക് ഈ ഒരു മൂവ്മെന്റ് വളരെ കുറവായിരിക്കും, നമുക്ക് അല്ലാത്ത മൂവ്മെന്റുകളായിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും ലാറ്റ് മസിൽസിന് അത്യാവശ്യം സ്ട്രെങ്ത് കാണും കമ്പയർ ടു ദ റിയർ ഡെൽറ്റ് മസിൽ. 90% ആളുകളിലെ റിയർ ഡെൽറ്റ് മസിൽ വീക്ക് ആയിരിക്കും. അതിനാൽ തന്നെ അവർക്ക് ഷോൾഡർ ഇഞ്ചുറി, അതുപോലെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ, ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് റിയർ ഡെൽറ്റ് മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാൻ ഈ പറയുന്ന 3 വർക്കൗട്ടുകൾ നിങ്ങളുടെ വർക്കൗട്ടിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഒന്നാമത്തേത് ഡംബൽ റിയർ ഡെൽറ്റ് റോ, സെക്കൻഡ് വൺ റിവേഴ്സ് പെക്ഡക് ഫ്ലൈ, തേർഡ് വൺ കേബിൾ ഫേസ് പുൾ. ശ്രദ്ധിക്കുക, നിങ്ങൾക്കും പുതിയൊരു വർക്കൗട്ട് ഈ ഒരു ആംഗിളിലോ ഇല്ലെങ്കിൽ ഈ ഒരു ആംഗിളിലോ കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ അത് നമുക്ക് റിയർ ഡെൽറ്റ് വർക്കൗട്ടുകൾ ഒന്നായി കൺസിഡർ ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, നമ്മൾ മൂവ് ചെയ്യുന്ന ആംഗിളിൽ ഏതെങ്കിലും തരത്തിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്.